ഒരു ആഹാരം ഒരാൾ തിന്നില്ല എന്ന് പറയുമ്പോൾ നീ ഇത് തിന്നേ പറ്റത്തുള്ളൂ എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല അല്ലേ? അതാണ് ഇവിടെ ഷിയാസ് കാണിച്ചൊരു പരിപാടി. അനുമോൾക്ക് അത് കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർ കഴിക്കാതിരിക്കട്ടെ. അല്ലാതെ നീ എന്തേത് കഴിക്കാത്ത, നീ ഇന്ന ആളായതുകൊണ്ടാണോ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം തന്നെയാണ്. എന്നാൽ താൻ ചെയ്തത് ശരിയാണ് എന്ന രീതിയിൽ ആ കാര്യത്തെ തന്നെ കിടന്ന് പിന്നെയും വന്ന് ഒരു വീഡിയോ ഇറക്കി അതിനെ ന്യായീകരിച്ച് മെഴുകുകയാണ് ഷിയാസ് വീണ്ടും ചെയ്തത്. ഒരൊറ്റ കാര്യമാണ് പറയാനുള്ളത്. ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരെന്നറിയാം ഇവിടെയുള്ള BJP കാരൻ. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോളോട് നിൽക്കാൻ ഡയറ്റാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത്, ഈ BJP ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാത്ത. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP കാരാണ്. ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ, എന്റെ പെരുമ്പാവൂർ എന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. ചോദിക്കാറുണ്ടാവും, അത് ഫണ്ണാണ്. അല്ല, അപ്പൊ എനിക്കൊരു ഡൗട്ട്, ബീഫ് കഴിക്കാത്ത ആള് RSS അല്ലെങ്കിൽ BJP ആണോ എന്ന് ചോദിക്കുന്നത് പോലെ ഇതിപ്പോ തിരിച്ച് അനുമോള് ഷിയാസിനോട് ചോദിക്കുകയാണ്, നീ എന്താ പോർക്ക് കഴിക്കാത്തത്? നീ പോർക്ക് കഴിക്കാത്തത് സുഡാപ്പി ആയതുകൊണ്ടാണോടാ, അല്ലെങ്കിൽ PDP ആയതുകൊണ്ടാണോ, മുസ്ലിം ലീഗ് ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അത് പോട്ടെ, എനിക്ക് തോന്നുന്നു ഷിയാസ് ഭയങ്കര അവൻ ബീഫും പോർക്കും എല്ലാം കഴിക്കുന്ന ഒരുത്തരാണ്. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി റെസിപ്പിയൊക്കെ നമുക്ക് പറഞ്ഞു വരുന്നുണ്ട്. നല്ല കുരുമുളക് ഇട്ട് വരട്ടിയ പശുവും പോർക്കും ഒക്കെ കഴിക്കുന്നത്. രണ്ടും കുരുമുളക് ഇട്ട് വരട്ടി കഴിക്കാൻ അടിപൊളിയായിട്ടാ. രണ്ടും ഞാൻ കഴിക്കും. പിന്നെ പന്നിയിറച്ചി, പന്നിയിറച്ചി ഇല്ല, വേവിക്കണം നന്നായിട്ട്. അതിൽ വിര ഉണ്ടാവും. വിര അത് വെന്താ മാത്രമേ വിര കൂടും. നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചല്ല അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിലുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനേ. എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനവും ഞാൻ തിന്നുന്ന ആളാ. ബെസ്റ്റ്. ഞാൻ പോകുന്നു പുല്ല്. ഞാനടുത്ത് നല്ല പോർക്കിന്റെ റെസിപ്പി പറയാൻ പോവാണ്. അവൻ കഴിക്കുന്ന പോർക്കിന്റെ റെസിപ്പി ആയിരിക്കും അവൻ പറയാൻ പോകുന്നത്. അവസാനം കൊണ്ടുവന്ന് അവൻ കലവടച്ചു. ഇത് പറയാനാണ് ഇത്ര പാടുപെട്ട് അവൻ വന്നത്. അപ്പൊ ഇതേ കാര്യം അപ്പുറത്തെ അനുമോളുടെ കാര്യത്തിൽ അങ്ങ് അപ്ലൈ ചെയ്താൽ പോരെ ഇവന്. അവൾക്ക് താല്പര്യമില്ല, അവള് കഴിക്കുന്നില്ല, അവളുടെ വായിലോട്ട് കുത്തിക്കയറ്റി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ പറയുന്നത്, എത്രയൊക്കെ മൂടി വെച്ച് സംസാരിച്ചെന്ന് പറയാൻ, എത്ര മതേതരനാണെന്നൊക്കെ പറഞ്ഞാലും സ്വന്തം കാര്യം വരുമ്പോ നമ്മുടെ കിതാബി പറയുന്ന പോലെ പറയത്തുള്ളൂ. തിരിച്ചു കടിക്കാത്ത സാധനത്തെ വരെ എല്ലാം തിരിച്ചു കടിക്കാത്ത എന്തും ഞാൻ കഴിക്കും. പക്ഷെ ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടേക്കുന്നുണ്ട് ഞാൻ കഴിക്കത്തില്ല. അപ്പൊ എന്താ, പന്നി ഇവനെ പിടിച്ച് കടിച്ചാൽ? ഇനി പൊതുവായിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം. പന്നി ആയാലും പശു ആയാലും രണ്ടും കുരുമുളക് ഇട്ട് വരട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് ഈ രണ്ട് കൂട്ടരും കൂടെ ചേർത്ത് തന്നെയാണ്. വർജിക്കുന്ന ആഹാരത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പശു ഞങ്ങൾക്ക് ഗോമാതാവോ കാള ഞങ്ങളുടെ അച്ഛനോ ഒന്നുമല്ല. അച്ഛനോ അമ്മയൊക്കെ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വേറെ ഉണ്ട്. അതുകൊണ്ട് പശുവും ഞങ്ങൾ കഴിക്കും. പിന്നെ പന്നിയുടെ കാര്യം, ഏറ്റവും ടേസ്റ്റുള്ള ഇറച്ചികളിൽ ഒന്നാണ് പന്നി. സോ കുരുമുളക് ഇട്ട് വരട്ടി തിന്നാൽ നല്ല ടേസ്റ്റാണ്. കഴിക്കാത്തവർ കഴിച്ചു നോക്കിക്കോ. അത് നിങ്ങളുടെ മതം പറയുന്നു എന്നതുകൊണ്ട് നിങ്ങൾ വർജിക്കുന്നുവെങ്കിൽ ആ മതത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മാത്രമേ നിങ്ങൾ നോക്കിയാൽ. എൻ്റെ ഒരുപാട് ഇസ്ലാം മത വിശ്വാസികളായ സുഹൃത്തുക്കളുണ്ട്. അവരിൽ ചിലരൊക്കെ എങ്കിലും പന്നിയിറച്ചി കഴിക്കാറുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അവർ ഇസ്ലാം പറയുന്നു കഴിക്കരുത്, അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നില്ല എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. അവർക്കത് കഴിക്കുന്നത് ടേസ്റ്റ്ഫുൾ ആണ്, അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അവർ കഴിക്കുന്നു. അപ്പൊ ഒരു മതം പറയുന്നു കഴിക്കരുത്, അതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുന്നതിലും എന്തോ ഒരു പെശകുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടതാണ്. കാരണം ഈ ആധുനിക നൂറ്റാണ്ടിൽ 100% ഇസ്ലാം പറയുന്നത് പോലെ ജീവിക്കാൻ നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇസ്ലാമിന്റെ നിയമവും ഇന്നത്തെ ആധുനിക മാനവികതയുമായിട്ട് ഭയങ്കര പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇസ്ലാമിനെ പരിഷ്കരിച്ച്, അതായത് നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ കള്ളിൻ്റെ അകത്ത് വെള്ളം കൂടുതൽ ഒഴിച്ച് ഡ്രൈ ആയിട്ട് അടിക്കാതെ മിക്സ് ചെയ്ത് അടിക്കുന്നത്. ഇസ്ലാം ഇപ്പൊ മിക്സ് ചെയ്താണ് നമ്മുടെ കേരളത്തിൽ മലയാളികൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ മാത്രമേ നമ്മുടെ ആധുനിക നാഗരികതയുമായിട്ട് അത് ചേർന്ന് പോകത്തുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ദുബായ് ആയാലും അവിടെയൊക്കെ ചെയ്യുന്നത് 100% ഇസ്ലാം ആണെന്നാണോ നിങ്ങളുടെ വിചാരം? അല്ലാന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ അവർ വളർന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് അതിന് ആവശ്യമായ കാര്യങ്ങൾ പരിഷ്കരിച്ച് അവരത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതായത് സ്വന്തം ഇഷ്ടത്തിന് എന്തൊക്കെ ചേഞ്ചസ് വരുത്താവോ അതെല്ലാം ചേഞ്ചസ് വരുത്തിയാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പന്നിയിറച്ചിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സ്വയം ചേഞ്ചസ് വരുത്താം. പന്നി കഴിച്ചെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു പുസ്തകം നോക്കി ജീവിക്കുന്ന ഒരാൾ മാത്രമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അളക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ.